തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നത് 5 മിനിറ്റ് നമ്മൾ ലേറ്റാ. കോശ സാറാണെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ വളരെ കണിശക്കാരനാ. പിന്നെ ഞാൻ ആയതുകൊണ്ട് ഒന്നും പറയില്ല. വളരെ തിരക്കുള്ള മനുഷ്യനാ. വാ. നല്ല അടിപൊളി എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി. ഫ്രഷ് ആടോ? അതെ, ഉഗ്രൻ. അതെ അതെ അതെ. ആ, എനിക്കൊരു ഡിസ്കഷൻ ഉണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. 5 മിനിറ്റോട് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്ഥലം വിട്ടേനെ. കാത്തിരിപ്പ് എനിക്ക് ഇഷ്ടമല്ലെന്ന് അപർണയ്ക്കറിയാലോ. സോറി കോശ സാർ, ഞാനും അല്പം തിരക്കിലായി പോയി. ആ, പിന്നെ അപർണ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ടില്ലേ? ഇരിക്കൂ. ഇതെന്റെ സ്വന്തം സ്ഥാപനം. ഇന്ദുവിനെ പറ്റി അപർണ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. ശരിക്ക് ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓഫീസ് ഫോർമാലിറ്റി അത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. ഇവിടെ ഇപ്പൊ വേക്കൻസി ഒന്നുമില്ല. ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ അപർണ പറഞ്ഞ അപ്പോയിന്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശായി. എന്തുകൊണ്ടാ സാറിനോട് സംസാരിക്കാത്തത്? ഏയ്, ഒന്നുമില്ല. എല്ലാം അപർണ പറഞ്ഞിട്ടുണ്ടല്ലോ. ദേ, ഇപ്പൊ സംസാരിക്കാത്തത് നോക്കണ്ട. ഇന്ദു വളരെ സ്മാർട്ടാ. സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ നമുക്ക് വേണ്ടത്. ഇനിയിപ്പൊ എന്നാ ഇന്ദു വരേണ്ടത്? വേണമെങ്കിൽ നാളെ തന്നെ ആയിക്കോട്ടെ. അപർണ പറഞ്ഞതുകൊണ്ട് എന്തായാലും ഇന്ദുവിന് സീറ്റ് റെഡിയാ. താങ്ക് യു സർ. ഇന്ദു പോയി ഓഫീസിനൊക്കെ ഒന്ന് കാണും. ചെല്ലേ. കക്ഷി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? അപർണയുടെ കൈ മോശമാവില്ലല്ലോ. പക്ഷേ സാറ് തിരക്ക് കാണിക്കരുത്. മെല്ലെ മെല്ലെ നല്ല മയത്തില് വഴിക്ക് കൊണ്ടുവരണം. കോശി തൊട്ടതെല്ലാം പൊന്ന അറിയാലോ. അറിയാമല്ലോ. കോശ സാർ ആളാരാ മോൻ.
അമ്മ വന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ജോലിക്ക് പോയാ പോരെ? അമ്മ വരുമ്പോഴേക്കും അവിടെയുള്ള ജോലി വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അമ്മ വരുമ്പോ അറിഞ്ഞോളൂ. അല്ല, ജോലി എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. എന്തിനാ ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട്? അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് വേണമായിരിക്കും എന്തെങ്കിലും പറഞ്ഞ് അവിടെ ചെന്ന് മുടക്കാൻ. എന്തിന്? തൽക്കാലം എനിക്കതിന്റെ ആവശ്യമില്ല. അത് വിചാരിച്ച് നീ പറയാതിരിക്കാൻ വേണ്ട. ഒന്നുമില്ലേലും ആരെങ്കിലും ചോദിച്ചാ പറയാലോ, ഇന്ന കമ്പനിയിലാ ജോലി ചെയ്യുന്നെന്ന്. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലാ. എക്സ്പോർട്ടിംഗ് കമ്പനി? എന്ത് കമ്പനിയായാലും അതിന് ഒരു പേര് കാണില്ലേ? പേരും അഡ്രസ്സും ഒന്നും അറിയണ്ട. നല്ലൊരു കമ്പനി, നല്ല ജോലി, നല്ല ശമ്പളം. നിങ്ങൾക്കൊന്നും അത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എന്താ പോരെ? കൊള്ളാം. എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇന്ദു, ഒന്നുറപ്പാ, അതെന്തായാലും നിന്റെ കഴിവ് കൊണ്ട് മാത്രമായിരിക്കില്ല കിട്ടിയത്. ആരാ നിന്നെ ഇത്രയും കാര്യമായിട്ട് സഹായിച്ചത്? ആരായാലെന്താ? നിങ്ങൾക്കൊന്നും ഇതുവരെ അതിന് തോന്നിയില്ലല്ലോ. അപ്പൊ പിന്നെ സഹായിച്ചത് ആരാന്ന് അറിയേണ്ട കാര്യമില്ല. പിന്നെ സഹായിക്കാനും സഹതപിക്കാനും ഒക്കെ നിങ്ങൾക്ക് മാത്രം ആളുണ്ടായ പോരല്ലോ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ ഹരീന്ദ്ര മാഷോ ഒന്നും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ എനിക്കും വേണ്ടേ? ആ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ. ഞാൻ എവിടെ എന്ത് ജോലിക്ക് പോയാലും തിരികെ വീട്ടിലെത്താനേ പോലീസിന്റെ അകമ്പടിയൊന്നും വേണ്ടി വരില്ല. ഗോപനും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? എന്താ വേണി? ഇന്ദു ജോലിക്ക് പോകുന്നത്. ജോലിയോ? ജോലിക്കാണെന്നും പറഞ്ഞില്ലല്ലോ. ചോദിച്ചപ്പോ ഒരിടം വരെ പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. എങ്കിൽ അവൾക്ക് ഏതോ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി കിട്ടിയത്രേ. ഞാനറിഞ്ഞില്ല. വേണിക്കറിയാലോ, എന്നെ ഒരു ശത്രുവായിട്ട് അവള് കാണുന്നത്. അധികമൊന്നും എന്നോട് സംസാരിക്കാറ് പോലുമില്ല. എന്തായാലും ജോലി കിട്ടിയത് നല്ല കാര്യമല്ലേ? എന്നെ പോലെ ഇവിടെ ഇരുന്ന് മുഷിയണ്ടല്ലോ. ജോലി ഉള്ളതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഇത് അത്ര നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോപൻ. എന്താ വേണി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു സംശയ. ഇതിന് പിന്നിൽ അവളാവാനാ സാധ്യത. സഹതാപത്തിന്റെ പേരിലല്ല, ഗോപനോടുള്ള വാശിയും വൈരാഗ്യവും തീർക്കാൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി തന്നെയാണവൾ. വേണി പറഞ്ഞു വരുന്നത്? അതെ, അവള് തന്നെ, ആ അപർണ. ഗോപനെതിരെ ഇന്ദുവിനെ കരുവാക്കാൻ തന്നെ അവളുടെ ഉദ്ദേശം. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല ഗോപ. എനിക്കവളെ ഒന്ന് കാണണം. ഒന്ന് നിന്നേ. ആരാ? മനസ്സിലായില്ല. ഞാൻ വേണി, ഇന്ദുന്റെ കസിന. കുറെ ദിവസമായി അപർണയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ആ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഗോപനെ ഇന്ദുവിനെ തമ്മിൽ അകറ്റി
ആ കുടുംബം തകർക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? മനസ്സിലായില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. അതാ ഇപ്പൊ നിന്നെ അന്വേഷിച്ച് ഇവിടെ തന്നെ വന്നതും. അറിഞ്ഞപ്പോഴേ ഒന്ന് സംശയിച്ചു. ഒരന്നദാതാവിന്റെ വേഷം ചമഞ്ഞ് അവളെ ഇങ്ങനെ വാനോളം എടുത്തുയർത്തണമെങ്കിൽ അതിന് പിന്നിൽ നീ ആവാനേ വഴിയുള്ളൂന്ന്. എത്ര ചോദിച്ചിട്ടും പലതും മറച്ചുവെക്കാൻ ശ്രമിച്ച് അവൾ എന്റെ മുമ്പിൽ അഹങ്കരിച്ചപ്പോഴും ഞാനതങ്ങ് ഉറപ്പിച്ചു. ഒരു സൂത്രധാരന്റെ വക്രബുദ്ധിയുമായി അവൾക്ക് പിന്നിൽ നീ തന്നെ ഉണ്ടെന്ന്. എന്താ ശരിയല്ലേ? ഓഹോ, ഇതാണ് ഇത്ര വലിയ കാര്യം. പറയുന്നത് കേട്ടാ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലുണ്ടല്ലോ. സംശയിക്കണ്ട, ഇന്ദുവിന് ജോലി ശരിയാക്കി കൊടുത്തത് ഞാനാ. എന്തിന്? അത് കൊള്ളാം. വേണി എന്തിനാ ജോലി ചെയ്യുന്നത്? അന്തസ്സായി ജീവിക്കാനല്ലേ? അത്രേ ഉള്ളൂ അവളുടെ കാര്യത്തിലും. അവളുടെ കാര്യത്തിൽ നിനക്കിപ്പോ എന്താ ഇത്ര വലിയ താല്പര്യം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. അവൾക്കും ജീവിക്കണ്ടേ? അല്ലാതെ എത്ര നാളെന്ന് വെച്ചാ വെറുതെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്നത്? അങ്ങനെ ഒരു അവഗണന ഒഴിവാക്കാൻ, സ്വന്തം കാലിൽ അവളെ ഒന്ന് നിർത്താൻ ഞാനൊന്ന് സഹായിച്ചു. അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യം ആകുമായിരുന്നു. സഹായിച്ചത് നീ അല്ലാതെ മറ്റാരായിരുന്നെങ്കിലും. നിന്നെക്കുറിച്ച് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരുക്കി കൊടുത്ത ജോലി എങ്ങനെയുള്ളതാവോന്ന് ഊഹിക്കാനും എനിക്ക് കഴിയും. പക്ഷേ അങ്ങനെ ഞാൻ നിനക്കവളെ വിട്ടുതരില്ല. നിനക്കവൾ നിന്റെ മുൻ ഭർത്താവിന്റെ ഭാര്യ മാത്രമായിരിക്കും. എനിക്കവൾ എന്റെ കൂടപ്പിറപ്പ. അവൾ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല, അതിനാരൊരുമ്പിട്ടാലും. എന്താ അച്ഛാ അമ്മയ്ക്ക് ജോലി കിട്ടിയതൊന്നും അച്ഛനോട് പറയാതിരുന്നത്? ഏയ്, അത് അമ്മ ചിലപ്പോ മറന്നു കാണും. എന്നിട്ടിപ്പോ പോയപ്പോ എന്നോടൊന്നും പറഞ്ഞില്ല. അതിന് മോൾ ഉറങ്ങായിരുന്നല്ലോ. ഇനിയിപ്പോ വരുമ്പോ പറയും കേട്ടോ. എന്നാലും എനിക്ക് സന്തോഷായി. ഇത്രയും നാളും കുട്ടികളൊക്കെ ഭയങ്കര കളിയാക്കലായിരുന്നു, അച്ഛനമ്മയ്ക്കും ജോലി ഇല്ലാന്ന് പറഞ്ഞു. ഇനിയിപ്പോ ചോദിച്ചാ പറയാലോ എന്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടെന്ന്. അച്ഛനും കൂടി ഒരു ജോലി കിട്ടിയാ നമ്മുടെ കയ്യില് കൊറേ പൈസ ഉണ്ടാവില്ലേ അച്ഛാ? ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മ വരും അച്ഛാ? വരും. മോള് ചെല്ല്. ടാറ്റാ. ബൈ. അതെ, അവള് തന്നെ, ആ അപർണ. ഗോപനെതിരെ ഇന്ദുവിനെ കരുവാക്കാൻ തന്നെ അവളുടെ ഉദ്ദേശം. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. അച്ഛാ, ഈ ആന്റി എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. അതിനച്ഛൻ വഴക്കൊന്നും പറയില്ല. മോൾ എന്റെ കുഞ്ഞല്ലേ. അപർണ ഇറങ്ങുന്നില്ലേ? ഇല്ല, ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെ കാത്തുനിന്ന് വിഷമിച്ചു അല്ലേ? നന്ദിനി കുഞ്ഞം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ അച്ഛനോട് ഞാൻ മിണ്ടും, ഒപ്പം നടക്കും, അച്ഛന്റെ മടി കിടക്കും ഒക്കെ ചെയ്യും. എന്നാ പിന്നെ അന്ന് അമ്മയുടെ കിട്ടിയതാവില്ലേ ഇനി കിട്ടുക. കിട്ടിക്കോട്ടെ.
കുഞ്ഞമ്മയ്ക്ക് എന്താ ചെയ്തം? കുഞ്ഞമ്മയ്ക്ക് അച്ഛനില്ലല്ലോ, അതിന്റെ അസൂയ എന്റെ അച്ഛനോട്. ഒരച്ഛൻ അസൂയപ്പെടാൻ പറ്റിയ സാധനം. മടക്കി വെച്ച പാക്ക് വെട്ടി പോലെ ഉമ്മറത്തിരിപ്പുണ്ട് ആ സകലം തുരുമ്പെടുത്ത്. ആയിക്കോട്ടെ, അമ്മയ്ക്ക് ചെയ്തൊന്നില്ലല്ലോ. അച്ഛനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാ കൊടുക്കാത്തവരാ ഇപ്പൊ കുറ്റം പറയാൻ നിക്കുന്നേ. വെള്ളമല്ല, വിഷമാ നിന്റെ അച്ഛന് കൊടുക്കേണ്ടത്. കടന്ന് പൊയ്ക്കോ അവിടുന്ന്. ഒരച്ഛൻ മഹാത്മ്യം പറയാൻ വന്നിരിക്കുന്നു. ചോര ഛർദിച്ചപ്പോ വിചാരിച്ചു അതോടെ തീരുമെന്ന്. അതെങ്ങനെയാ? ഒന്ന് മൂക്ക് ചീറ്റിയാലോ ഒരു ലേശം ചോര തുപ്പിയാലോ അപ്പോഴേക്കും കൊണ്ടുപോടാൻ ഒരുത്തി റെഡിയായിട്ട് നിൽക്കല്ലേ? പറയാൻ പറ്റില്ല, ഇനി ചിലപ്പോ ഏറ്റെടുക്കുമെന്ന്. ഏറ്റെടുത്തിട്ട് എന്തിനാ? അങ്ങോട്ട് പോവാറായില്ലേ? കണ്ടില്ലേ പെണ്ണിന്റെ മോന്ത? അച്ഛനെ പറ്റി പറയുമ്പോ പെണ്ണിന് സഹിക്കണില്ല. എടി, 1 രൂപയുടെ പെൻസിലിന് നിന്റെ അച്ഛനെ കൊണ്ട് ഉപകാരമുണ്ടോ? എന്നിട്ട് അച്ഛൻ അത്ര വലുത്. ഇനി മേല ഞാൻ പറയുന്നത് കേട്ട് നടന്നാ മതി. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരച്ഛനും വേണ്ട. എനിക്കറിയാം നിന്നെ എങ്ങനെയാ വളർത്തണ്ടേന്ന്. ഇത്രയും കാലം വളർത്താൻ ഒരച്ഛനും ഉണ്ടായിരുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നടന്നോ? ഇല്ലെങ്കിൽ അറിയാലോ, അന്ന് കിട്ടിയതിനേക്കാളും വലുതായിരിക്കും ഇപ്പൊ കിട്ടുക. അവളുടെ പോക്കണ്ടില്ലേ? അവക്കിപ്പോ നമ്മളൊന്നും അല്ല വലുത്. അച്ഛന് ചിട്ടിയാ. ആദ്യം ഇവളുടെ ചിറ്റ ഇവിടുന്ന് പറഞ്ഞു വിടണം, എന്നാലേ കുടുംബം ഗതി പിടിക്കൂ. നമുക്കൊരുത്തിയുടെ ഔദാര്യം വേണ്ട. എനിക്ക് നല്ലൊരു ജോലിയായില്ലേ? അതൊന്നും ആ കെട്ടിലമ്മയ്ക്ക് പിടിക്കലുണ്ടാവില്ല. ആര് സ്വന്തം കാലിൽ നിൽക്കണത് അവർക്കിഷ്ടല്ല. എന്നും അവരെ ആശ്രയിച്ച് കഴിയണം. അതാ അവരുടെ ആഗ്രഹം. ഉവ്വ്, ഇനി എന്റെ പട്ടി പോവാ അവരെ ആശ്രയിക്കാൻ. അവരുടെ ഔദാര്യം കൊണ്ടാണല്ലോ ഈ വീട് തിരിച്ചു കിട്ടിയത്. അതിന്റെ അധികാരാ ഇപ്പൊ നമ്മളോട് കാണിക്കുന്നത്. ഇനി അവൾ ഇവിടുന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നതാ നല്ലത്. എവിടെയെങ്കിലും പോയി വാടകയ്ക്കൊരു വീടെടുത്താലോ? ഇവറ്റകളുടെ ശല്യം ഒഴിവാകുമല്ലോ. നീ പറഞ്ഞതുപോലെ ഭേദം അതാ. പക്ഷേ ഒരു വാടക വീട് എടുക്കാന്ന് പറഞ്ഞാ മാസാമാസം അതിന് വാടക കൊടുക്കണ്ടേ? അതൊക്കെ നമ്മൾ വിചാരിച്ച നടക്കും. ചേച്ചിക്കിപ്പോ ഒരു ജോലിയായില്ലേ? ഞാൻ 5-6 കുട്ടികളെ ട്യൂഷൻ എടുത്ത് കാശുണ്ടാക്കിക്കോളാം. വാടകയെ പറ്റിയൊന്നും ചേച്ചി പേടിക്കണ്ട. എത്രയും വേഗം ഈ വക സാധനങ്ങളിടയിന്ന് ഒന്ന് ഒഴിഞ്ഞു പോയാ മതി. അത്രയ്ക്ക് മടുത്തു ഇവിടെ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്ക് ആലോചിക്കാം.